ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ സൺഡേ ആകുമ്പോൾ നല്ല സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിരിക്കും. ആൻഡ് ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ രാവിലെ. ആഫ്റ്റർ 2 days ഐ കെയിം ബാക്ക് ഏർലി മോർണിംഗ്. സോ അപ്പം ഇച്ചിരി ലേറ്റായി എഴുന്നേക്കാൻ നോക്കി. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചോറിന് വേണ്ടി അരി വെള്ളത്തിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ തോരന് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ഫസ്റ്റ് അങ്ങ് ഉണ്ടാക്കി. അതാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഹസ്ബൻഡ് പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് തിരിച്ച് വന്ന സമയത്ത് പോത്ത് കൊണ്ടുവന്നു. അപ്പം പോത്ത് ഞാൻ പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ഒരു മോര് കറി. മോര് ഈ ക്യുക്കമ്പർ, മലബാർ ക്യുക്കമ്പർ ഇല്ല, അതിൻ്റെ ഒരു മോര് കറി ഉണ്ടാക്കാനാണ്. ആൻഡ് അത് ഓരോന്ന് ഞാൻ ഏത് ഗ്യാസ് ഫ്രീ ആവുന്നു അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് എളുപ്പം ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അമ്മിക്കുട്ടി വരുന്നുണ്ട്. അവൾക്ക് ഉറക്കം വന്നിട്ട് വയ്യ, പാവം. അപ്പോൾ അവളും ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൾ ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എല്ലാം കൂടി ഒന്ന് നല്ല സെറ്റപ്പ് ചെയ്തിട്ട് അവളെ ഉറക്കി എന്നിട്ട് പിന്നെയും വന്ന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇത് പോത്തിന് വേണ്ടി മസാലയൊക്കെ എടുത്ത് വെക്കുവാണ്. ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ പിന്നെ കുക്കറിലിട്ട് ഇനി ഒരു 4-5 വിസിലും കൂടി അടിക്കും. ഇതാണ് നമ്മുടെ മോരിന് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പൊക്കെ സെറ്റായിരിക്കുകയാണ്. ലാസ്റ്റ് കടുകൊക്കെ ഇത് ചെയ്തിട്ട് ഇട്ടു. ഇറ്റ്സ് ലുക്കിംഗ് സോ യം ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് മോര് കറി. എനിക്ക് ഇങ്ങനത്തെ മോര് കറി ഒത്തിരി ഇഷ്ടമാണ്. ഇതിനകത്ത് തേങ്ങയൊക്കെ വറുത്തൊക്കെ ഇടുന്നത്. ഇത് ലാസ്റ്റിൽ പിന്നെ ഒരു ചേന ഉണ്ടായിരുന്നു. ചേന നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേനയാണ്, വലിയൊരു ചേനയായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി എല്ലാ ദിവസവും എടുത്തെടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് തീർക്കണമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ ലാസ്റ്റ് അപ്പളം ഉണ്ടാക്കി. അപ്പളം ഇസ് ആ ഫേവറേറ്റ്. ഇതാണ് ചൂട് ചോറ്, ക്യാരറ്റും ക്യാബേജും തോരൻ. എന്നിട്ട് പിന്നെ ഇത് നമ്മുടെ ചേന മെഴുക്കുവരട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ ഫേവറേറ്റ് സ്റ്റാർ, ഇന്നത്തെ സ്റ്റാറാണിത്, ബീഫ് കറി. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മത്തങ്ങയല്ലേ ഇതിന് പറയുന്നത്, മത്തങ്ങയുടെ കറി, മോര് കറി, എന്നിട്ട് പിന്നെ പപ്പടം. എൻ്റെ ബോയ്സൊക്കെ ഫുൾ പോയിരിക്കുകയാണ്. ഐ ഹാവ് കോൾഡ്, സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. Otherwise the food was amazing. See you in the next vlog. Bye bye, take care.